മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയാണ്. സാങ്കേതിക ഡിജിറ്റൽ താൽക്കാലിക വിസി നിയമനം റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ചർച്ചയാവുക? ജയലക്ഷ്മി, ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലിക നിയമനം ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തിയിരുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടത്തിയത്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. കാരണം സർക്കാരുമായി കൂടിയാലോചിക്കാതെ, അല്ലാതെ സർക്കാരിന്റെ പട്ടികയിൽ നിന്നല്ലാതെ ഗവർണർ വീണ്ടും ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ കെ ശിവപ്രസാദിനും നിയമനം നൽകി. അതും 6 മാസത്തേക്ക് താൽക്കാലിക നിയമനം. അപ്പോൾ സ്ഥിരം നിയമനം എന്ന നടപടിയിലേക്ക് ഗവർണർ പോകാത്തതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ശക്തമായ വിയോജിപ്പ് കത്തിലൂടെ അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ നിയമനം റദ്ദാക്കണമെന്നടക്കം ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ രാജ്ഭവൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാർ ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും രാജ്ഭവനിലെത്തിയത്. രാവിലെ 8:30യോടെയാണ് ഇരുവരും രാജ്ഭവനിലെത്തി ഗവർണറുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. മുഖ്യമന്ത്രി കത്തിന് ഉന്നയിച്ച ആവശ്യം, അതായത് ഈ 2 വിസിമാരെയും 6 മാസത്തേക്ക് താൽക്കാലികമായി നിയമിച്ചത് റദ്ദാക്കണം, പകരം പുതിയ വിസിയെ സർക്കാരുമായി ആലോചിച്ച് സർക്കാരിൻ്റെ കൂടി അഭിപ്രായം മാനിച്ച് നിയമനം നടത്തണം പുതിയ വിസിമാരെ എന്നുള്ളതാണ് ആവശ്യം. അതേസമയം ഗവർണറാകട്ടെ മറ്റ് താൽക്കാലിക വിസിമാരുള്ള സർവകലാശാലകളിലും വിസി നിയമന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും മന്ത്രിതല ചർച്ചകൾക്ക് ശേഷം മതി അത് സംബന്ധിച്ച കൂടിയാലോചന എന്ന നിലപാടിന്റെ ഭാഗമായാണ് മന്ത്രിമാർ ഇപ്പോൾ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്, ഒന്ന്, വിസി നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്കുള്ള അധികാരം കുറയ്ക്കുന്ന ബില്ല് പാസ്സാക്കി ഗവർണർക്ക് അയച്ചെങ്കിലും മുൻ ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ, അതിൽ തീർപ്പ് കൽപ്പിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് സർക്കാരുള്ളത്. അതേസമയം തന്നെ ആ കേസ്, സുപ്രീം കോടതിയിലാണ് കേസ്, ആ കേസ് പിൻവലിച്ച ശേഷം ഈ നിയമന നടപടിയുമായി മുന്നോട്ട് പോകാം, പിൻവലിക്കണമെന്ന ആവശ്യമാണ് രാജ്ഭവൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തികഞ്ഞ ആശയക്കുഴപ്പവും ഇരുഭാഗവും തമ്മിലുള്ള വലിയ തർക്കവും നിലനിൽക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ 6 മാസത്തേക്ക് ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയിൽ കെ ശിവപ്രസാദിനെയും നിയമിച്ച താൽക്കാലിക നിയമന നടപടിയിൽ നിന്ന് ഗവർണർ പിന്നോട്ട് പോകുമെന്ന് കരുതുക വയ്യ. കാരണം അങ്ങനെ ഒരു ആലോചന തന്നെ ഇല്ല എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയാണ്.